പക്ഷെ ഏതൊക്കെ നമ്മൾ പറഞ്ഞാലും ദേവാസുരം എന്ന് പറയുന്ന ആ ഒരു സിനിമ ഉണ്ടല്ലോ, ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. നമുക്ക് നോക്കാം, പോയി നോക്കാം. അച്ഛന്മാരെ ഒരു പ്രാവുണ്ട്, ആ പ്രാവിന് എങ്ങനെ പോകണം എന്നുള്ള വഴി ഒഴിയുക. അതിന് തരാണ്ട് കളിക്കടാ. അപ്പൊ അച്ഛന്മാരെ ഒരു കിഡിലൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കേട്ടോ. നമ്മള് കണ്ടാലും പിന്നെയും കാണാൻ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു മനയുണ്ട് നമ്മുടെ പാലക്കാട്. ഒരുപാട് സിനിമകളിലും ഒക്കെ ഉള്ള ഒരു മനയാണ് വരിക്കാശ്ശേരി മന. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാട്ടോ, ഇപ്പൊ ഏകദേശം സമയം 4 മണി 4:15 ആയിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. നമുക്ക് നോക്കാം, പോയി നോക്കാം. അപ്പൊ മച്ചന്മാരെ വരിക്കാശ്ശേരി മനയിൽ നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ല. കാരണം ഒന്ന് ശനിയാഴ്ചയാണ്, മറ്റൊന്ന് ഇപ്പൊ നമ്മുടെ സമയം കുറച്ച് വൈകി എന്ന് പറയാം. 5 മണി വരെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. വേറൊരു സംഗതി എന്താ വെച്ചാല് അവിടെ ഏതെങ്കിലും ഫിലിം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ലഭിക്കില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം, പോസിറ്റീവായിട്ട് തന്നെ പോയി നോക്കാം അല്ലേ. നിങ്ങൾ കണ്ടോ? അതെ, ആ നേരെ മുന്നിൽ കാണുന്ന കേട്ടോ വരിക്കാശ്ശേരി മന. ഇത്രയും ആളുകളൊക്കെ കണ്ടോ? ഇതൊക്കെ ഇവിടേക്ക് വന്ന ആളുകൾ പാർക്ക് ചെയ്താണ്, അങ്ങനെ പാർക്ക് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സംഗതി ഉണ്ട് തോന്നുന്നു. പോയി നോക്കാം. ഞാനും മച്ചാൻ തന്നെ മുന്നേ ഒരിക്കലും ഇതേപോലെ ഇവിടെ വെറുതെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മള് വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വരിക്കാശ്ശേരി മന ഒരു ചെറിയൊരു ഫ്ലക്സ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കുന്നത് എവിടെയാണ്, നമുക്ക് പോയി നോക്കാം. ടിക്കറ്റ് കിട്ടും അറിയില്ല. ഇവിടെ ദിവസവും രാവിലെ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. 9 മണി മുതൽ 5:30 വരെയാണ് ടൈം, മന കാണുന്നതിനുള്ള ടൈം. മച്ചാൻ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈവനിങ് ഇവിടെ നമുക്ക് 5:30 വരെ ടിക്കറ്റ് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനുവാദം കൂടാതെ ക്യാമറ ഉപയോഗിക്കരുതെന്ന് കേട്ടോ. ചെറിയ ബോർഡും ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഇതാണ് ആ ഒരു വ്യൂ. കിട്ടുന്ന വ്യൂ അല്ലേ, നല്ല വൃത്തിയായിട്ട് ഇവിടെ ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ചമാരെ, ഇതാണ് ആ വരിക്കാശ്ശേരി മനയുടെ ആ ഒരു എൻട്രൻസ് വാതിൽ നമ്മൾ കാണുന്നത് കേട്ടോ. ആറാന്തപുരം സിനിമയിലും ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ദേവാസുരാണ് അല്ലേ. ഇത് ഈ മനയുടെ മുന്നിലുണ്ടാക്കിയ പുതിയൊരു കെട്ടിടം കേട്ടോ. മച്ചാമാരെ, നമ്മള് വരിക്കാശ്ശേരി മനയുടെ ആ ഫ്രണ്ടിലെത്തിയിട്ടുണ്ടോ. ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം നമ്മുടെ ആറാന്തപുരം എന്ന സിനിമയിലുണ്ടല്ലോ, മഞ്ജു വാര്യരിലെ പെട്ടെന്ന് ആദ്യമായിട്ട് ഇരുന്നിട്ട് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ ഒരു ഭാഗമാണ്. പക്ഷെ ഏതൊക്കെ നമ്മൾ പറഞ്ഞാലും ദേവാസുരം എന്ന് പറയുന്ന ആ ഒരു സിനിമ ഉണ്ടല്ലോ, എൻ്റെ ലാലേട്ടൻ അഭിനയിച്ചതല്ല, ജീവിച്ച പടമാണത്. ഇതാണ് ആ ഒരു എൻട്രൻസ്. ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതും കണ്ടോ, വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അന്ന് വന്നപ്പോ നമുക്ക് കിട്ടാത്ത ഒരു സംഗതി പറഞ്ഞു കേട്ടോ. ഇന്നൊരു ആന ഉണ്ട് ഇവിടെ കണ്ടോ. കുളിപ്പിക്കടാ. അവൻ തലാണ്ട് കളിക്കടാ. നല്ല തല കുലുക്കി കളിക്കുന്നുണ്ട് കേട്ടോ ആള്. ആനപ്പാപ്പൻ പറയുന്നു അതേപോലെ കേൾക്കുന്ന നോക്കിയേ. മുകളിൽ ഒരാളുണ്ട് കേട്ടോ, ആനയെ കുളിപ്പിക്കാൻ ഉറച്ച് കഴിക്കാനായിട്ട് മുകളിൽ വേറൊരാളുണ്ട്. മച്ചന്മാരൊരു മയില് കണ്ടോ ഇവിടെ ഇപ്പൊ പറന്നിറങ്ങിയതട്ടാ. ഇനി KL55 നമ്മൾ ഇവിടെ വന്നപ്പോഴും ഇവിടെയും KL55 ഇട്ടോ. ഒരു 55 വണ്ടിക്കാരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വരിക്കാശ്ശേരി മനയുടെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്ക് എന്തെന്നറിയാം. ഒരുപാട് വീഡിയോയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു കാലത്ത് വയ്യാത്ത ഒരാളുണ്ടോ ഈ മാവ്. എടാ, ഏതൊക്കെ സിനിമ ഉണ്ട്? ഒന്ന് ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമുക്ക് ദേവാസുരം, പിന്നെ ഏതാ
മതിയല്ലോ. ആ ഒരു സിനിമ മതി. എന്നാലും 6-ാം തമ്പുരാനിലുണ്ട് ലാലേട്ടന്റെ, പിന്നെ മമ്മൂക്കേന്റെ രാപ്പകൽ എന്ന സിനിമയിലുണ്ട്, പിന്നെ ജയറാമിന്റെ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയിലുണ്ട്, ഒരുപാട് പിന്നെ വിജയിന്റെ കാവലൻ എന്ന് പറയുന്ന സിനിമയിൽ ഈ ഒരു സ്ഥലമുണ്ട്. ഈ കണ്ടോ, ജയറാമിന്റെ ഏതൊരു സിനിമയിൽ, പഴയൊരു സിനിമയാണ്, ഏതിലാണോ കേശന്റെ ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ നമുക്കിതിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് കയറാം. അപ്പോ നമ്മളിവിടെ ഷൂ ഒക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. മംഗലശ്ശേരി നീലകണ്ഠൻ, മമ്മൂക്കന്റെ ലാസ്റ്റ് ഒരു പടത്തിലുണ്ടല്ലേ, അതാണ് ഷൈലോക്കിലുണ്ട്. കിട്ടുന്നുണ്ട് ഏകദേശം. പുതിയ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. വരിക്കാശ്ശേരി മനയുടെ ഉള്ളിലേക്ക് കേട്ടോ ഇനി നമ്മൾ കയറുന്നത്. ഇവിടെ കണ്ട ഒരു ചുമർ ചിത്രമുണ്ട് കേട്ടോ, അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് കൂടെ ഇളക്കി വന്നിട്ടുണ്ട്. ഇതാണ് ആ വലിയൊരു കണ്ടോ ഡോറ്. ഭാഗത്തും ഒരു ചെറിയ ഡോറുണ്ട് കേട്ടോ, വാതിലുണ്ട്. ഇതെന്താ, ചെറിയൊരു അലമാര. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ പുറത്തുനിന്ന് ഒരു കോണിന്റെ മേലേക്കുള്ള സ്റ്റെയർ ഉണ്ടല്ലോ, അതാവും കേട്ടോ. ഇവിടെ ഒരു ഇരുട്ടാണ് പൊതുവെ, ഉള്ളില് ലൈറ്റ് ഇല്ല, ഓഫായിട്ട് കുറെ കാലങ്ങളായി തോന്നുന്നു. അങ്ങനെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വാതിലുണ്ട് കേട്ടോ. ഇത് പുതുതായിട്ട് കെട്ടിയതാണ്. നമ്മുടെ പ്രേതം എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് സിനിമകൾ കേട്ടോ. ആനയെ കുളിപ്പിക്കുന്നില്ല, നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ കുട്ടികളൊക്കെ പേടിച്ചു. അതാണ് മുകളിലേക്കുള്ള സ്റ്റെയറും കാര്യങ്ങളും. നാലുകെട്ടിന്റെ ആ ഒരു വ്യൂ കാണിച്ചതാണ്. പക്ഷേ നമുക്കിനി ഉള്ളിലേക്ക് പോയി നോക്കട്ടെ. ഉള്ളിലേക്ക് അവിടെ ഭയങ്കര സൈലന്റ് ആണ്. ഒരുപാട് ആളുകൾ, ഇന്ന് ശനിയാഴ്ച ആയിട്ട് കൂടി ഒരുപാട് ആളുകൾ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിൽ ഇനി കാണാം. പൊതുവെ കുറച്ച് ഇരുട്ടാണ്. അതാണ് ആ നാലുകെട്ട്. ഇവിടേക്ക് നല്ല വെളിച്ചുണ്ട് കേട്ടോ അല്ലെ. അവര് തുളസി സാറുണ്ടല്ലോ, ഇവിടെ നിന്നാണ് നമ്മളെ ഈ ഒരു തുളസി തണ്ടിൽ നിന്നിട്ട് വേറൊരു നമ്മളെ ഉടുരുണ്ണി കൃഷ്ണനെ വെള്ളം കുടിപ്പിക്കല്ലോ. അവിടെ ഹലോ എന്ന് പറയുന്ന സിനിമ ഉണ്ട് കേട്ടോ. അങ്ങനെ മറ്റൊരു റൂമിലേക്ക് നമ്മൾ കടക്കുന്നു. ഇത് പണ്ട് അടുക്കള ഭാഗം തോന്നുന്നില്ല, ദേഹണ്ണത്തിന്റെ ഒക്കെ. ഇവിടെ എന്താ, ഇവിടെ കാണാൻ ചെല്ലടാ. കാല് ചടിയാവുന്നല്ല ചേച്ചി, ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. എടാ അന്ന് വന്നപ്പോ ഇവിടെ നമ്മള് കണ്ടിട്ടില്ലല്ലേ? ഇതാട്ടോ അടുക്കള. അടുക്കള അല്ലത്, അടുക്കളയാണ് അച്ചമ്മാലേ. എവിടെ അടുക്കള? ഇവിടെ ചെറിയൊരു കോണിക്കൂട കേട്ടോ. ഇതെന്താ, സ്റ്റോർ റൂമിക്കുള്ളാണിത്. ഇവിടെ ആരെങ്കിലും വെച്ച് പോയതാവും, അറിയില്ല. ഇത് തേങ്ങാക്കൂടാണാ, പണ്ടത്തെ ഒരു ലൈഫ്. ഇവിടെ അടുപ്പ്, ഇത് അന്നുള്ളതാണോ അതിന് ശേഷം ഉണ്ടാക്കിയോന്നോ ഒന്നും അറിയില്ല. ഇവിടൊക്കെ ചെറിയുണ്ടോ ചിരാത് വെക്കുന്നതിനുള്ള ചെറിയ സംഗതികളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തും ചെറിയ അടുപ്പുണ്ട്. ഇവിടെ എന്താ ബോർഡ്, അമ്മി പോലെ അമ്മിക്കല്ലില്ലേ, അമ്മി വെക്കുന്നതിന് വേണ്ടിയുള്ള സംഗതിയാണ്. ഇതാണ് കിണർ കേട്ടോ. ചെറിയൊരു അടിച്ച്. പിന്നെ ഒരു പ്രാവുണ്ടടാ ഇവിടെ, പ്രാവിന്റെ കുട്ടീൻ്റെ അവിടെ. ശ്രീഹരി, ഇവിടെ ഞാൻ ഫോണിട്ട് കളിക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് ഫോൺ താഴത്തേക്ക് പോയാല് പോയ പോലെ ഉണ്ടാവും. പ്രാവ് കുടുങ്ങിയതാടാ ആടാ.
അച്ഛന്മാരെ ഒരു പ്രാവുണ്ട്. ആ പ്രാവിന് എങ്ങനെ പോകണം എന്നുള്ള വഴിക്ക് കയറാൻ അവിടെ നെറ്റാണ് മേലെ ഡേ കൂടെ പോവാ. ആളെ കണ്ട് ഭയം നിൽക്കണമെങ്കിലോ പ്രാവല്ലേ. പ്രാവ് കുടുങ്ങിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കിണർ. പ്രാവ് കുടുങ്ങിയതല്ല, പ്രാവ് തന്നെ പരിപാടി. മച്ചാമാരെ നമ്മള് ഒരിക്കൽ ശരി മഴ ഇവിടെ കല്ലല്ലത് മരത്തിന്റെ മരം തന്നെ. ഒരു ആട്ടുകല്ലുണ്ട് കേട്ടോ, ആട്ടുകല്ല്. അങ്ങനെ നമ്മള് ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എത്തുമ്പോ ഇതും അടുക്കളയുടെ മറ്റൊരു ഭാഗം. ഇപ്പോഴോ ചിലപ്പോ അത് ചിലപ്പോ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ലൈറ്റ് ഓഫ് ആക്കല്ല. ഇതെന്താണ് വിറക് പുരല്ല. ഇപ്പൊ വിറക് പുരായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവര്. ഇവിടെ പണിക്കാരുള്ള ഇവിടുത്തെ പണിക്കാർക്ക് വേണ്ടിട്ട് ഫുഡ് കഴിക്കുന്നതാവും. ഇതെന്താ ഫുഡ് ഉണ്ട് ഇവിടെ പണിക്കാർക്കല്ല. ചിലപ്പോ ആനക്കുള്ള ഫുഡാണത്. നോക്ക്, പുറത്തൊരു ആന വന്നിട്ടുണ്ട് അടുത്ത് പൂരത്തിനോ മറ്റോ എന്താവശ്യത്തിനായിട്ട്. അപ്പോ ആനക്കുള്ള ഫുഡാവും. ഇതാ ആനന്റെ വണ്ടി ഇതാ. ഓക്കെ, അപ്പൊ വലിയൊരു അടുക്കള. നമുക്കിനി മറ്റുള്ള സ്ഥലത്തേക്ക് പോയി നോക്കാം. നമ്മളിപ്പോ എങ്ങനെ വന്ന് അങ്ങനല്ലേ പോയില്ല? അങ്ങനെ കയറിയിട്ടില്ലല്ലോ. ഇല്ല, അത് നാലുമുറ്റത്തിന്റെ മറ്റൊരു ഭാഗം. നമ്മൾ പണ്ടൊക്കെ കിഴക്ക്, അതുപോലെ തന്നെ കിഴക്ക് ഭാഗം, നോർത്ത്, അങ്ങനെയൊക്കെ അല്ലേ പറയാ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അതേപോലെ പണ്ടൊക്കെ സ്ഥലം പറഞ്ഞത് ആ ഒരു രീതിയിലായിരുന്നു. ഇപ്പോ നമ്മൾ അവിടെ ഒരു സ്ഥലപ്പേര് വെച്ച് പറയുന്നു എന്നുള്ളൂ. നാലുകെട്ടിന്റെ ഈ ഒരു തൂണിന്റെ തടി നോക്കേ. ഇതൊക്കെ തേക്കാവൂലടാ അല്ലേ? ഇതൊക്കെ തേക്കാവൂട്ടോ. തേക്ക് നല്ല കട്ടിയുള്ള മരങ്ങൾ, ഇരുള് ആ രീതിയിലുള്ള മരങ്ങളാവും. ഇവിടൊക്കെ ഈ ചെറിയ ഉണ്ടോ ഡിസൈൻ നല്ല കൂട്ടാണ്. പണിതത് ആരാണോ ഒന്നും അറിയില്ല. ഇവിടെ ഒരു വലിയൊരു ഡോറുണ്ട് കേട്ടോ. നല്ല കൊത്തുപണികളായിട്ട് വലിയൊരു ഡോറും കാര്യം ഇവിടെയുണ്ട്. വലിയൊരു മരത്തിൽ കൊത്തുവെച്ച് നോക്കിയേ. ഇത്ര വീതിയിലൊരു മരം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്ര വീതിയിലൊരു മരം. മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടോ, ഈ ഒരു കെട്ടിടാണ് കാണുന്നത്. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഉള്ളിൽ ലൈറ്റും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും നമുക്ക് പുറത്തുനിന്നുള്ള ഒരു വീഡിയോ ഉൾപ്പെടുത്താം. പിന്നെ ഈ ഭാഗത്തൊരു കുളം ഉണ്ട് കേട്ടോ. ഒരു കുളമുണ്ട്, ഒരു ചെറിയ ഒരു ക്ഷേത്രമുണ്ട്. അതൊക്കെ നോക്കാം, വീഡിയോ എടുക്കാം. ഇത് വലിയൊരു മാവാട്ടോ, വലിയൊരു മാവ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അവിടേക്ക് കണ്ടോ, ഈ ഫസ്റ്റ് ഫ്ലോർ അവിടേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ ലോക്കാക്കിയിട്ടുണ്ട്. ഞങ്ങൾ മുന്നേ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു കെട്ടിടമാണ്. അത് കഴിഞ്ഞാൽ ഒരു അമ്പല കുളമുണ്ട് അവിടെ ആ ഭാഗത്ത്. അതും കൂടെ ഒന്ന് കാണാം. അപ്പൊ മച്ചന്മാരെ ഇത്രയാണ് മുകളിൽ കാണാനുള്ളത്. ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ചിലപ്പോ പണ്ട് കാലങ്ങളിൽ പാട്ട് പഠിക്കാനും അല്ലെ അങ്ങനെയുള്ള മറ്റു സൗകര്യങ്ങളും ആയിരിക്കും. ഒരു നീണ്ട ഒരു ഹാള്, റൂമായിട്ടാണ്. ഇവിടെയാണ് ഒരു സൈഡ് വ്യൂ ഉള്ളത്. കണ്ടോ, ഇതിങ്ങനെ ഒരു നീണ്ട ഒരു വരാന്ത പോലെ കേട്ടോ. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ മനയുടെ കണ്ടോ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണാം. എന്റെ പേരെന്താണ്? ഇവിടെ തന്നെ അടുത്ത് തന്നെ വീട്. നമ്മുടെ ചാനലില് വരൂട്ടോ എന്റെ വീഡിയോ. എത്രല്ല പഠിക്ക? എത്രല്ല? 5-ല്ലേ? 5. ഇത് പഴയ കാലത്തുള്ള കണ്ടോ, ഇത് ഇത്രയുള്ളൊരു സ്റ്റെയറാട്ടോ. ഇതിനുള്ള സ്റ്റെയറാണ്. നേരെ താഴ്ത്തിക്കൊണ്ട് ശ്രദ്ധിച്ചിട്ട് നേരെ
സെറ്റപ്പ് ഇല്ലേ? കുറച്ച് സ്ഥലം മതി. എഴുതിക്കാൻ പാടില്ല കേട്ടോ ഞാൻ പറയാം. എത്ര ആളുകളുണ്ട് ഇതേപോലുള്ള സ്ഥലങ്ങൾ വന്നിട്ട് ഇവർ അത്രയും വൃത്തിയിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് എഴുതുന്നവർക്ക് അത് എഴുതി പോയാൽ മതി. ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, കുളത്തിന്റെ അടുത്തേക്ക് പോയി നോക്കാം അല്ലേ? കുളം ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമ്മൾ കുളക്കടവിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു ക്ഷേത്രം പഠിപ്പുര, ആ അമ്പലത്തിന്റെ പഠിപ്പുരയാട്ടോ. ഓപ്പണാണല്ലേ? നോക്കി കാണുന്നതാണ് ക്ഷേത്രകുളം. കുളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നൊരു ബോർഡും ഇവിടെയുണ്ട്. എവിടേക്ക് കുളത്തിലുള്ള വഴിയാണിത്, പക്ഷെ എവിടേക്ക് പോകുന്നത് കർശനമായിട്ടും നിരോധിച്ചിരിക്കുന്നു. ഈ സ്റ്റെപ്പ് ഇറങ്ങി